ഇന്നത്തെ ബിസിനസ് ഐഡിയ വളരെ അടിപൊളിയാണ്. സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ട് നട്രാജ് പെൻസിൽ പാക്കിംഗ് ജോബ്സ്, ഹോം വർക്ക്, സാലറി 30,000 പെർ ഡേ, 1000 അഡ്വാൻസ്, 15,000 മൈ കോൾ മീ വാട്സപ്പ് നമ്പർ. അതായത് നട്രാജ് പെൻസിലുകാര് അവരുടെ പെൻസിൽ പാക്ക് ചെയ്യാനുള്ള ജോബ് വർക്ക് വീട്ടിലേക്ക് കൊടുക്കുന്നുണ്ട്. അതിന് സാലറി ആയിട്ട് 30,000 രൂപ തരുന്നു എന്നാണ് പറയുന്നത്. അതായത് പെർ ഡേ 1000 രൂപ അഡ്വാൻസ് ആയിട്ട് 15,000 രൂപ അവര് തരും. വളരെ നല്ല ഒരു ജോലിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇന്നിവിടെ എടുത്തിട്ടത്. ഇത് മറ്റെങ്ങുമല്ല, നമ്മളുടെ ഒരു ഫേസ്ബുക്കിലെ ഒരു ഗ്രൂപ്പിൽ കണ്ട ഒരു പരസ്യമാണ്. സാധാരണ ഇതുപോലുള്ള ബിസിനസ് ഗ്രൂപ്പുകളിൽ കാണുന്ന ഒരു പരസ്യമാണ്. അതാണ് ഇന്നിവിടെ നമ്മൾ നോക്കുന്നത്. അതെത്ര ജെനുവിനാണ് എന്നുള്ളത് തന്നെയാണ് നോക്കുന്നത്. ജെനുവിനാണെങ്കിൽ ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യം. അതായത് ഒരു പ്രോഡക്റ്റ് എത്തിച്ചു തരും, നമ്മൾ പാക്ക് ചെയ്യുന്നു, അവർക്ക് തിരിച്ചു കൊടുക്കുന്നു. വീട്ടിലിരുന്നു കൊണ്ട് 30,000 രൂപ പെർ മന്ത് സമ്പാദിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഏറ്റവും ആദ്യത്തെ കമന്റ് തന്നെ നോക്കാം. ഫേക്ക് ആണ്, അഡ്മിൻ എന്തിനാണ് അപ്രൂവൽ ചെയ്യുന്നത്, മലയാളികളെ പറ്റിക്കാൻ ഇറങ്ങിയ ഫ്രോഡ് എന്നാണ് ആദ്യത്തെ കമന്റ് വന്നിരിക്കുന്നത്. നമുക്ക് മുമ്പോട്ട് പോകാം. പല അസൂയാലുക്കളുമുള്ള ഒരു ഏരിയയാണ് ഫേസ്ബുക്ക്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു അസൂയാലു പറഞ്ഞതാണെങ്കിലോ. അടുത്ത ആള് പറഞ്ഞിരിക്കുന്നത് ഡീറ്റെയിൽസ് പ്ലീസ്. അടുത്ത ആള് പറഞ്ഞിരിക്കുന്നത് മൈ കോൾ മീ. അടുത്ത ആള് പറഞ്ഞിരിക്കുന്നത് ഇതൊരു ഹിന്ദിക്കാരനാണ്, ക്യാഷ് തട്ടാനുള്ള പരിപാടി, പോസ്റ്റ് മലയാളത്തിൽ, പക്ഷെ ചാറ്റ് ചെയ്താൽ മലയാളം അറിയില്ല. ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോകാം. അടുത്തത് നട്രാജ് പെർ ഡേ. എന്താണിത്? ആ വ്യത്യാസങ്ങളാണ് അയാൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അടുത്ത കമന്റിലോട്ട് പോകാം. യെസ് 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 എന്ന് ഇഷ്ടംപോലെ ആളുകൾ യെസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഫേക്ക് ആണ്. യെസ്. അടുത്തത് യെസ്, വിശ്വസിച്ച്. ആ GPay നമ്പർ കൂടെ ആഡ് ചെയ്താൽ 15,000 വേഗം ഇടാമായിരുന്നു. ഒരു പരിഹാസം തോന്നുന്നില്ലേ അതിൽ? ഉണ്ട്. അടുത്തത് ഫേക്ക് ആണ്. അഡ്മിൻ എന്തിനാണ് അപ്രൂവൽ ചെയ്യുന്നത്, മലയാളികളെ പറ്റിക്കാൻ ഇറങ്ങിയ ഫ്രോഡ്. ഇത് ഞാൻ ആദ്യം വായിച്ച കമന്റ് തന്നെയാണ്. ഓക്കെ, അടുത്തത് ഇവന്റെ തന്തയായിരിക്കും നട്രാജ് ഉണ്ടാക്കിയത്. സോറി, അത് വായിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു കമന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് യെസ് ആണ്. അടുത്തത് അഡ്മിൻ എന്നൊരു ആളുണ്ടോ ഈ ഗ്രൂപ്പിന്. അടുത്തത് തട്ടിപ്പ് 100% ഫേക്ക്. ഇവന്റെ വേണ്ട, അത് വായിച്ചതാ. ഓക്കെ, അടുത്തത് 100% ഫേക്ക്. ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല. നടരാജ് നാം ചെറുപ്പം മുതലേ കാണുന്നതല്ലേ. ആ കമ്പനിയുടെ സ്പെല്ലിംഗ് അവൻ എഴുതിയിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ. അതുപോലെ അവന്റെ പരസ്യത്തിന്റെ ലാംഗ്വേജ് ഒന്ന് ശ്രദ്ധിക്കൂ. പെർ ഡേ 1000. ഇത് മലയാളിയല്ല. മലയാളിയെ പറ്റിക്കാൻ ഭായിമാർ എവിടെയോ ഇരുന്ന് ഒരു മുതൽ മുടക്കം ഇല്ലാതെ ക്യാഷ് ഉണ്ടാക്കുന്ന നമ്പർ 1 പറ്റിക്കൽ ബിസിനസ്. യെസ് അടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടാണ് ഇവന്മാർ ഇങ്ങനെ വിലസുന്നത്. ഇവിടെ ഓൺലൈൻ ഫ്രോഡിന്റെ സൈബർ ടീമിന് റിപ്പോർട്ട് ചെയ്ത ഒരു ഡോക്യുമെന്റേഷൻ ആണ് കാണുന്നത്. തട്ടിപ്പ് അഡ്മിൻ ബ്ലോക്ക് ദിസ് ക്രൂക്ക്. അടുത്ത ആൾ പറഞ്ഞിരിക്കുകയാണ് ഈ ഗ്രൂപ്പിന്റെ അഡ്മിൻ എങ്ങനാ, ഈ ബിസിനസ്സിൽ 50-50 ആണോ? ശരിയാണ് ചോദിച്ചത്. വൈ അഡ്മിൻ ഈസ് അപ്രൂവിംഗ് സച്ച് ഫേക്ക് പോസ്റ്റ്. അതും ശരിയാണ്. അടുത്തത് ഇത്തരത്തിലുള്ള ഫ്രോഡുകളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് പോസ്റ്റ് ആണ്. ബിവെയർ ഓഫ് ഫ്രോഡുലന്റ് പെൻസിൽ പാക്കേജിംഗ് ജോബ് വർക്ക് ഫ്രം ഹോം പോസ്റ്റ്. ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വായിച്ചു നോക്കുക. ഇതാണ് സംഭവം. അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആധികാരികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇട്ടിരിക്കുന്ന ഒരു ലേഡിയാണ്. ഗോമതി എന്ന പേരിലാണ് ഇട്ടിരിക്കുന്നത്. അതാണ് ഇവരുടെ ഏറ്റവും ആദ്യത്തെ അടവ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നേരത്തെയുള്ള വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ഒരു പെൺപേര്, ലേഡീസിന്റെ പേര്, സ്ത്രീയുടെ പേര് വരുന്ന പോസ്റ്റുകളിൽ ആണുങ്ങൾ വല്ലാണ്ട് കടിച്ചു തൂങ്ങും. അത് ഉറപ്പുള്ള കാര്യമാണ്. അതിനെ അല്ല എന്ന് പറഞ്ഞാലും കടിച്ചു തൂങ്ങും. അതിനാണ് അവർ ഗോമതി എന്നുള്ള പേര് സ്വീകരിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ നട്രാജ് പെൻസിലിൽ വിളിച്ചു നോക്കൂ, അവർ പറയും അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന്. ഇനി അടുത്ത കാര്യം, ഇവിടെ സ്പെല്ലിങ്ങിന്റെ കാര്യം ഓരോരുത്തരും പറഞ്ഞു. ഇംഗ്ലീഷ് കൃത്യമായിട്ട് അറിയാത്ത ഒരാളാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നട്രാജ് ഹിന്ദിക്കാരൻ എഴുതിയത് കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ കരുതാം. പെൻസിൽ പാക്കിംഗ് ജോബ്സ്, ഹോംവർക്ക്, സാലറി 30,000 പെർ ഡേ. PARDAY ആണ് വരേണ്ടത്. ഓക്കെ, എന്തുമാവട്ടെ, 1000 അഡ്വാൻസ് പെർ ഡേ, 1000
അഡ്വാൻസ് 15,000, അതായത് 15,000 രൂപ നമുക്ക് അഡ്വാൻസ് തരും. ഓ മഹാനുഭാവൻ. ഓക്കെ, മൈ കാൾ മീ, അവൻ തന്നെ അവനെ വിളിച്ചോളൂ എന്നോ. കോൾ മീ എന്നുള്ളിടത്ത് മൈ കോൾ മീ എന്ന് അടിച്ചിട്ടുണ്ട്. അവരുടെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ അറിഞ്ഞുകൊണ്ടത് കൊടുക്കാത്തതാണ്. വാട്സ്ആപ്പ് നമ്പർ എന്ന് താഴെ എഴുതിയിട്ടുണ്ട്. ഇത് 100% ഉടായ്പാണ്. ഈ പോസ്റ്റ് ഇട്ടത്, ഈ വീഡിയോ ഇട്ടതിനൊരു കാര്യമുണ്ട്. ഇന്ന് രാവിലെ ഞാൻ പത്രത്തിൽ വായിച്ച ഒരു കാര്യമാണ്. സാക്ഷരത കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നമ്മളുടെ കേരളത്തിൽ ഇന്നലെ ഇല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വരികയോ ഇല്ലെങ്കിൽ ഒരു ഫോൺ കോൾ വരികയോ ചെയ്തതിനനുസരിച്ച്, അതായത് നിങ്ങളുടെ KSEBിയുടെ ബില്ല് അടച്ചിട്ടില്ല പൂർണ്ണമായിട്ട്, അതുകൊണ്ട് നിങ്ങളുടെ ഫ്യൂസ് ഊരിക്കൊണ്ട് പോകും എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു 10 രൂപയുടെ ബാലൻസ് ഉണ്ട്, അത് പെട്ടെന്ന് അടച്ചില്ലെങ്കിൽ ഫ്യൂസ് ഊരും എന്ന് പറഞ്ഞു. ആ പാവം പിടിച്ച ഒരു സ്ത്രീ ആയിരുന്നു. ആ സ്ത്രീ 10 രൂപയ്ക്ക് വേണ്ടി എങ്ങനെ അടക്കേണ്ടതെന്ന് ചോദിച്ചു. അവരോടനെ ഒരു ആപ്പിന്റെ ലിങ്ക് കൊടുത്തു. ആ ആപ്പിൽ കയറി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അടയ്ക്കാൻ പറഞ്ഞു. അവർ അതുപോലെ തന്നെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് 10 രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. വിതിൻ നോ മിനിറ്റ്സ് 40,000 രൂപയാണ് അവരുടെ അക്കൗണ്ടിൽ നിന്ന് പോയത്. ഇവിടെ മറ്റൊന്നുമല്ല, ഇങ്ങനെയുള്ള ഉടായ്പകളിൽ മുഴുവൻ വരുന്നത് വാട്സപ്പ് ചെയ്യാനാണ് പറയുന്നത്. ഈ വാട്സപ്പ് നമ്മൾ യെസ് ചെയ്താൽ, അല്ലെങ്കിൽ ഇവിടെ ഒരു മെസ്സേജ് യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വാട്സപ്പ് നമ്പർ നമുക്ക് തരും. ഓൾറെഡി തന്നിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിലേക്ക് നമ്മളുടെ വാട്സപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അവർ ആപ്പിന്റെ ലിങ്ക് തരും. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറയും. അതിനുശേഷമാണ് വർക്ക് തുടങ്ങുന്നത് എന്ന് പറയും. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ പ്രോസസ്സിംഗ് ഫീ എന്ന് പറഞ്ഞ് മേ ബി നിങ്ങളുടെ അക്കൗണ്ട് ചെക്ക് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് 1 രൂപ ട്രാൻസ്ഫർ ചെയ്യാൻ പറയും. ആർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. 1 രൂപ ഇല്ലെങ്കിൽ 10 രൂപ 5 രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടുമുള്ള കാര്യമല്ല. ഈ 1 രൂപ 5 രൂപ 10 രൂപ ട്രാൻസ്ഫർ ചെയ്യുന്ന അതേ നിമിഷത്തിൽ നിങ്ങളുടെ ATM കാർഡിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതായത് CVV നമ്പർ സഹിതം അവർ കൈക്കലാക്കും. അതെങ്ങനെയെന്ന് അതെനിക്കും അറിയില്ല. അവർ കൈക്കലാക്കും. അതോടുകൂടി നെക്സ്റ്റ് ഏതോ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ ഇരുന്നു കൊണ്ട് അവർ അവരുടെ ATMൽ നിന്ന് നിങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന ബാക്കി പണം മുഴുവൻ അടിച്ചുകൊണ്ട് പോകും. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ബിസിനസ് അവസരങ്ങൾ എന്ന് പറഞ്ഞു വരുന്നതിൽ വീഴാതിരിക്കുക. ഇവിടെയും ഒരു ദിവസം കൊണ്ട് ഏതാണ്ട് 67 പേരാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. 100 സംതിങ് പേരാണ് ലൈക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ യെസ് പറഞ്ഞവർ പകുതിയിൽ അധികമാണ്. അതായത് ഒന്നും നോക്കുന്നില്ല, ജസ്റ്റ് എന്ത് കുന്തം കണ്ടാലും അവിടെ കയറി ചാടി വീണോളും. പൈസ ഇല്ലാത്തവനും ഉള്ളവനും. പൈസ ഇല്ലാത്തവനാണെങ്കിൽ എവിടെ നിന്നെങ്കിലും കടം മേടിച്ചാണെങ്കിലും കൊടുക്കും, അവസാനം അതും പോകും. പൈസ ഉള്ളവനാണെങ്കിൽ പറയും പോട്ടെ, കുഴപ്പമില്ല, പോട്ടെ, ഇത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ഇത്രയധികം ഫ്രോഡ് പരിപാടികൾ നടക്കുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഒരാളും പറ്റിക്കപ്പെടരുത് എന്നുള്ള ധാരണയോടുകൂടി തന്നെയാണ് നമ്മൾ ഈ വീഡിയോകൾ ഇടുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ആർക്കെങ്കിലും ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും. ഇനി പറ്റാത്തവരുണ്ടെങ്കിൽ ഇനി തുടർന്ന് മുമ്പോട്ട് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കാതിരിക്കുക, നിങ്ങൾ യെസ് പോലും ചെയ്യാതിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് എഴുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ അതാത് സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.